ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ, വിഷ്ണു ഭഗവാന്റെ ചതുർബാഹു രൂപം, അത് വളരെ സുന്ദരമാണെന്ന് പറയുമ്പോൾ ഭഗവാന് വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമം തന്നെയുണ്ട്, സ്വ ആസ്യ എന്ന്. സു പ്ലസ് ആസ്യ, അതാണ് സ്വാസ്യ. ശോഭനമായ മുഖമുള്ള ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ മുഖവും രൂപവും ഒക്കെ വളരെ സുന്ദരമായതുകൊണ്ട് തന്നെ ഒരുപാട് ആ രൂപത്തിന് തന്നെ മറ്റുള്ളവരിൽ ഒരു പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന ഭഗവാന്റെ രൂപം. അപ്പോൾ അങ്ങനെ ശോഭനമായ മുഖമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ മുഖത്തു നിന്നാണ് വേദങ്ങളും ഭഗവത്ഗീതയും എല്ലാം ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഉദ്ഭവിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ഭഗവാനാണ് നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പ്രചോദനം ആയിട്ട് ഈ ഭഗവാന്റെ 1000 നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, അത് നമ്മളെ ജീവിതത്തിൽ അത് പിന്നെ എന്നും ജപിക്കുന്ന ഒരു രീതിയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് നമുക്ക് നല്ല ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും നമുക്ക് ഈ ഒരു സമയത്ത് ഓർക്കാം. അപ്പോൾ ഇവിടെ 841 മുതൽ 850 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അതായത് അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭൃനിർഗുണോ മഹാൻ അധൃത സുധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന ഭാരവത്കരോ യോഗി യോഗീശ സർവകാമധ. ആ ശ്ലോകത്തിൻ്റെ ഇടയിലാണ് ഈ 841 മുതൽ 850 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ 841 മഹാൻ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ മഹാനാണ്, ശ്രേഷ്ഠനാണ്. ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് വേറെ ആരുമില്ല. മാത്രമല്ല ഭഗവാൻ അത്യന്തം സൂക്ഷ്മമാണ്, അജനാണ്, അവ്യയനാണ്, ശുദ്ധനാണ്. ഭഗവാന് തുല്യനായിട്ടോ ഭഗവാനേക്കാളും ശ്രേഷ്ഠനായിട്ടോ ആരുമില്ലാത്തത് കൊണ്ട് ഭഗവാൻ മഹതോ മഹീയാൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ മഹാനാണ് എന്ന് പറയാം. അതാണ് മഹാന്മാരിൽ വെച്ച് മഹാനാണ് ഭഗവാൻ എന്ന, അതാണ് 841 നാമം മഹാൻ. ഇനി 842 അധൃത, ധരിക്കപ്പെടാത്തവൻ. അതായത് പൃഥ്വിയും മറ്റ് പ്രപഞ്ചങ്ങളും ഒക്കെ ഭഗവാനിലാണുള്ളത്, എന്നാൽ ഭഗവാനെ ധരിക്കാനായിട്ട് വേറൊന്നുമില്ല. അതാണ് ധരിക്കപ്പെടാത്തവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇനി 843 സ്വധൃത, ഭഗവാന് ആധാരമായിട്ട് വേറെ ആരുമില്ല, അതാണ് സ്വധൃത. സ്വയം ധരിക്കുന്നവൻ, ഭഗവാൻ സ്വയം ധരിക്കുന്നു. അതായത് ഭഗവാൻ വേറെ ഏതിലെങ്കിലും ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഭൂമി ഒക്കെ ഭഗവാനിലാണെന്ന് പറയാം, എന്നാൽ ഭഗവാൻ ആരിലാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന് ആധാരമായിട്ട് വേറൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് സ്വധൃത, തനിക്ക് താങ്ങായിട്ട് മറ്റാരുമില്ലാത്തവൻ എന്ന് ഉള്ള അർത്ഥമാണ് വരുന്നത്. എല്ലാത്തിനും ആധാരമായിട്ടുള്ള ഭഗവാന് ആരും തന്നെ ആധാരമായിട്ട് ആവശ്യമില്ല. ഭഗവാന് ആധാരമായിട്ട് ആരും ആവശ്യമില്ല. അതാണ് സ്വധൃത. ഇനി 844 നാമം സ്വാസ്യ. സു പ്ലസ് ആസ്യ എന്നാണ് സ്വാസ്യ. സു ശോഭനമായ, ആസ്യ മുഖം, ശോഭനമായ മുഖമുള്ള ഭഗവാൻ. അതാണ് ഭഗവാന്റെ രൂപം. അത്രയും മനോഹരമാണ്, താമരപ്പൂ പോലെ മനോഹരമായ മുഖം എന്നൊക്കെ നമ്മൾ വർണ്ണനകളിലൊക്കെ കേൾക്കുമല്ലോ. അങ്ങനെ ഭഗവാന്റെ ആ മുഖത്തു നിന്നാണ് വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ സ്മൃതികളും ഒക്കെ തന്നെ ഉദ്ഭവിച്ചത്. ഭഗവത്ഗീതയും ഒക്കെ ശബ്ദസമൂഹങ്ങളും ഒക്കെ നിർഗളിച്ചത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശോഭനമായ മുഖമുള്ള ഭഗവാൻ സ്വാസ്യ. ഇനി 845 പ്രാഗ് വംശ. പ്രാഗ് പ്ലസ് വംശ. പ്രാഗ് ഏറ്റവും പ്രാചീനമായ വംശം ആയവൻ. അപ്പോൾ ഏറ്റവും, ഇപ്പോൾ നമ്മൾ സൂര്യവംശം, ചന്ദ്രവംശം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ വംശങ്ങൾക്കൊക്കെ മുമ്പ് ഏറ്റവും മുമ്പുള്ള പ്രാചീനമായ വംശം, ആ വംശസ്ഥാപകൻ പുരാണ പുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ്. പ്രാഗ് വംശ എന്ന് തന്നെ ഭഗവാന്റെ നാമം. ഇനി 846 വംശവർദ്ധന. തൻ്റെ വംശം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്നു ഭഗവാൻ. ആ തൻ്റെ വംശമാകുന്ന പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ
എന്നുള്ള ഒരർത്ഥമാണ് വംശവർദ്ധന. ഇനി 847 ഭാരഭൃത്. ഭഗവാൻ ഭാരം വഹിക്കുന്നു, ഭൃത് വഹിക്കുന്നു. അപ്പോൾ അനന്തനായിട്ട് ആദിശേഷനായിട്ട് ഭഗവാനിൽ നാരായണൻ ശയിക്കുന്ന ഒരു രൂപം നമുക്കറിയാമല്ലോ. അങ്ങനെ ആദിശേഷനായിട്ട് തന്നെ സർവപ്രപഞ്ചത്തെയും തന്നിൽ വഹിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നാരായണൻ സർവപ്രപഞ്ചത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ ആദിശേഷനായിട്ട് നാരായണനെ പോലും വഹിക്കുന്നു. ആ ആദിശേഷനും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ആദിശേഷനായിട്ട് ഭാരം വഹിക്കുന്നവൻ ഭഗവാൻ എന്നാണ് അർത്ഥം. അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരാണോ തന്നെ അനന്യ ഭക്തിയോടുകൂടി, ഏകാന്ത ഭക്തിയോടുകൂടി സർവം സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ഭഗവാനെ ഉപാസിക്കുന്നത്, ആ ഭഗവാൻ, ആ ഭക്തൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഭഗവാന്റെ 9ാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീതയിലെ 22ാമത്തെ ശ്ലോകം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഭഗവാനെ തന്നെ, മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനെ തന്നെ ഉപാസിക്കുന്ന ഒരു ഭക്തൻ്റെ അവൻ്റെ യോഗവും, അവൻ എന്താണോ നേടേണ്ടത് അതാണ് യോഗം. പിന്നെ അവൻ്റെ ക്ഷേമവും, അവന് ആ നേടിയ കാര്യങ്ങളെ എന്നെന്നും കൊടുക്കുന്ന ഭഗവാൻ, അത് ഞാൻ വഹിച്ചു കൊള്ളാം. വഹാമി അഹം, ഞാൻ വഹിച്ചു കൊള്ളാം. നിൻ്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നു. അപ്പം നമ്മൾ ഭാരഭൃത് എന്നാണ് ഈ നാമം 847. ഭാരം വഹിക്കുന്നവൻ ഭഗവാൻ. അപ്പം നമ്മുടെ ഭാരം വഹിക്കാൻ ഭഗവാൻ തയ്യാറാണ്. അതായത് നമ്മൾ ഈ ജീവിതമാകുന്ന ഭാരം എടുത്തുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഭാരത്തെ ഭഗവാനിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. അതാണ് ഭാരഭൃത്, ഭാരം വഹിക്കുന്ന ഭഗവാൻ. 848 കഥിതഃ. കഥിക്കപ്പെട്ടവനാണ്, അതായത് പറയപ്പെട്ടവൻ. ആരാൽ പറയപ്പെട്ടു? വേദങ്ങളാലും പുരാണങ്ങളാലും രാമായണം കൊണ്ടും ഒക്കെ തന്നെ ഈ ഭഗവാന്റെ ആ ഒരു ഉത്കൃഷ്ടതയെ പ്രതിപാദിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടു. അങ്ങനെ സ്തുതിക്കപ്പെട്ടവനാണ് ഭഗവാൻ. അപ്പോൾ എല്ലാ വേദങ്ങളും സ്തുതിക്കുന്നത് ഭഗവാനെയാണ്, എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ സ്തുതിക്കുന്നത് ഭഗവാനെയാണ്. അങ്ങനെ കഥിക്കപ്പെട്ടവൻ, പറയപ്പെട്ടവൻ, അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടവൻ ഭഗവാൻ. ഇനി അതുകൊണ്ടാണ് വേദൈശ്ച സർവൈരഹമേവ വേദ്യ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന 15ാമത്തെ ചാപ്റ്ററാണ്. എല്ലാ വേദങ്ങളാലും അറിയപ്പെടുന്നവൻ ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി 849 യോഗി. യോഗി എന്ന് പറയുമ്പോൾ യോഗം എന്നാൽ സമാധി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ പതഞ്ജലി മഹർഷിയുടെ യോഗ സൂത്രപ്രകാരം ചിത്തവൃത്തി നിരോധത്തെയാണ് യോഗം എന്ന് പറയുക. ആ യോഗമുള്ളവൻ യോഗി. അപ്പോൾ പതഞ്ജലി സൂത്രപ്രകാരം ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തികളെയൊക്കെ നിരോധിക്കുന്ന, ചിന്തകളെയൊക്കെ അടക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുക. അങ്ങനെ ആ യോഗാവസ്ഥയിലെത്തുമ്പോൾ ഭഗവാനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള ചിത്തവൃത്തി നിരോധത്തിലൂടെ ആ യോഗി അനുഭവിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. അപ്പോൾ ആ യോഗമുള്ളവനാണ് യോഗി. യോഗമുള്ളവനെയാണ് യോഗി എന്ന് പറയുക. യോഗമുള്ളവൻ യോഗി എന്നും ചിത്തവൃത്തി നിരോധത്തിലൂടെ അനുഭവവേദ്യമാകുന്നത് ഭഗവാനെ തന്നെയാണ് എന്നും, അതുകൊണ്ട് യോഗി എന്ന നാമം ഭഗവാന്, യോഗമുള്ളവൻ യോഗി എന്ന അർത്ഥത്തിൽ ഭഗവാന്റെ ഈ നാമം. ഇനി 850ാമത്തെ നാമം യോഗീശ. യോഗീശ, യോഗികൾക്ക് ഈശ്വരനായവൻ. അപ്പോൾ ഇതുപോലെ യോഗമാർഗത്തിലൂടെ സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവത് പ്രാപ്തിക്കായിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്ത് മുന്നേറുന്ന യോഗികൾക്ക് അവരുടെ അനുഷ്ഠാനക്രമത്തെയും അതുപോലെ ഫലപ്രാപ്തിയെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ ആ ഒരു അനുഷ്ഠാനത്തിലൂടെ അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു യോഗം, ആ യോഗത്തിലേക്ക് അവരെ എത്തിക്കുന്നത് ഭഗവാനാണ്. അതാണ് ആ യോഗികൾക്കൊക്കെ ഈശ്വരനായവനാണ് ഭഗവാൻ. അവരുടെ അനുഷ്ഠാനക്രമത്തിലൂടെ അവരുടെ ഫലപ്രാപ്തി അതിനെ പോലും നിയന്ത്രിച്ചുകൊണ്ട് ഫലപ്രാപ്തി നേടിയെടുക്കാൻ
അവരെ സഹായിക്കുന്ന, യോഗികളെ സഹായിക്കുന്ന യോഗികളുടെ ഈശ്വരനാണ് ഭഗവാൻ. അതാണ് യോഗീശ. യോഗി പ്ലസ് ഈശയാണ് യോഗീശ. യോഗികൾക്ക് ഈശ്വരനായവൻ എന്നാണ് ഈ 850 ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമ്യേതി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 841 മുതൽ 850 വരെയുള്ള നാമങ്ങളാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം എന്ന് പറയുന്നത് അത് വളരെ ശ്രേഷ്ഠമാണ്. അത് ചെറിയ പ്രായത്തിൽ അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു വേനൽ അവധിക്കാലത്ത് അത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത് പഠിച്ച് എടുക്കുക. കുട്ടികളാണെങ്കിലും അത് മാതാപിതാക്കൾക്ക് സഹായിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ജീവിതം നല്ലതാക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുക. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പാരായണം ശീലമാക്കാം. ഇനി അതൊന്നുമില്ലെങ്കിലും പിന്നെ വിഷ്ണു സഹസ്രനാമം ഒരു 15 മിനിറ്റൊക്കെ മതി അത് പാരായണം ചെയ്യാൻ. അത് ഒരു ജീവിതത്തിൽ ഒരു സാധനയായിട്ട് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായിട്ട് കൊണ്ട് നടക്കുക. അതാണ് നമ്മുടെ ജീവിതം എന്താ പറയുക സുന്ദരമാക്കാനും ശ്രേഷ്ഠമാക്കാനുമുള്ള ഒരേ ഒരു വഴി. അത് ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.